കുട്ടികളെ ഒഴിവാക്കിക്കൊണ്ട് അധ്യാപകനെ തന്നെ തീർക്കാം എന്നുള്ള രീതിയിൽ വളരെ ഭയാനകമായ രീതിയിൽ, വളരെ ദാരുണമായ രീതിയിൽ അദ്ദേഹത്തെ ഒരു ആൾക്കൂട്ട മർദ്ദനം അവിടെ നടത്തുകയാണുണ്ടായത്. മരണം നമ്മൾ മുന്നിൽ കാണാന്നൊക്കെ പറയൂലേ, അതുപോലെയാണ് എന്നെ അത്രയ്ക്ക് ക്രൂരമായിട്ട് കുട്ടികളാണെന്ന് ഒരു വിധത്തിലും തോന്നിക്കാത്ത വിധത്തിലാണ് ഒരു ടീച്ചേഴ്സിന് ഒരു റെസ്പെക്റ്റും ഒരു ബഹുമാനവും കൊടുക്കാത്ത ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു ആക്രമണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മങ്കട സബ് ജില്ലാ ഫുട്ബോൾ മേളയുടെ ഫൈനൽ മത്സരത്തോടനുബന്ധിച്ച് കൊളത്തൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ ശ്രീരാഗിനെയും മറ്റ് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അകാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. നൂറുകണക്കിന് അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുക്കുന്ന വലിയ പ്രതിഷേധമാണ് കൊളത്തൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നടന്ന ഫൈനൽ മത്സരത്തിനിടെയാണ് ഇത്തരം ഒരു അകാരണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിലുള്ള മർദ്ദനമാണ് അധ്യാപകനായിട്ടുള്ള ശ്രീരാഗിനും മറ്റ് വിദ്യാർത്ഥികൾക്കും സഹ അധ്യാപകർക്കും ഈ ഒരു ഫുട്ബോൾ മേളയുടെ ഫൈനൽ മത്സരത്തിൽ ഏറ്റിട്ടുള്ളത്. നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ ഒരു പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മങ്കട ഉപജില്ലാ കായികമേളയിലെ ഫുട്ബോൾ മത്സരത്തിനിടെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള വഴക്കൊഴിവാക്കാൻ ഇടപെട്ട കൊളത്തൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കായികാധ്യാപകൻ ശ്രീരാഗിനെ വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചതിലാണ് വ്യാപക പ്രതിഷേധം. സ്കൂളിലെ മറ്റൊരു കായികാധ്യാപകനായ മുഹമ്മദ് മുസ്തഫ, ഗോൾ കീപ്പർ മുഹമ്മദ് ഹിസാൻ എന്നിവർക്കും അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് പൗരാവലിയുടെ നേതൃത്വത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് കൊളത്തൂർ കുറുപ്പത്താൽ ടൗണിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് ഹംസ തെക്കഞ്ചേരി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് വിശദീകരിച്ച് അധ്യാപകനായ ശ്രീരാഗും രംഗത്തെത്തി. സെന്റ് മേരീസ് പരിയാപുരം സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് തോൽവിയെ അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് കഴിഞ്ഞ വർഷവും ഈ വർഷവും സെന്റ് മേരീസ് പരിയാപുരം തോറ്റതിന്റെ ഒരു വിഷയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർക്ക് തോൽവി അംഗീകരിക്കാനുള്ള ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അവിടുത്തെ കുട്ടികൾക്കും അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും അവിടുത്തെ നാട്ടുകാർക്കും ഇല്ല എന്നാണ് ഈ ഒരു സംഭവത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ അവര് സെമി ഫൈനൽ തോറ്റ് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഫൈനൽ മങ്കട പള്ളിപ്പുറം സ്കൂളിനായിട്ട് അണ്ടർ-17 ഉപജില്ലാ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഗോളിനെ ചൊല്ലിയിട്ട് ഒരു 5 മിനിറ്റ് റഫറി ഗെയിം സ്റ്റോപ്പ് ചെയ്ത സമയത്താണ് ഈ ഒരു കൂട്ടം ആൾക്കാർ വടിയും കാര്യങ്ങളുമായിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്നത്. അവിടെ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കുകയും ഒരുപാട് ഉപദ്രവങ്ങൾ റഫറീസിന് തലവേദന ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഞങ്ങളുടെ ഗോൾ കീപ്പർ അതുപോലെ റഫറിയുമായിട്ട് അപ്പീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഗോൾ കീപ്പർ ഹിസാന്റെ മുഖത്ത് വന്ന് ആഞ്ഞടിക്കുകയും അത് തടയാൻ പോയ എന്നെയാണ് 10-30 ആൾക്കാർ വലിച്ചിട്ടുകൊണ്ട് എന്നെ തല മുതൽ കാല് വരെ ചവിട്ടിക്കൂട്ടിയിട്ടുള്ളത്. അത്രയും ക്രൂരമായിട്ട് കുട്ടികളാണെന്ന് തോന്നിക്കാത്ത വിധത്തിലാണ് ഒരു തല മുതൽ കാല് വരെ കഷ്ടപ്പെട്ട് വെയിലും മഴയും കൊണ്ട് ഈ പരിശീലനം കൊടുത്ത് എന്റെ ടീമിനെ കൊണ്ടുവന്ന് ഫൈനലിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഈ ഒരു അത്രയും ക്രൂരമായിട്ട് മരണം വരെ സംഭവിക്കാവുന്ന ഒരു വിധത്തിലേക്ക് എന്നെ മാറ്റിയിട്ടുള്ളത്. എന്നെ ആദ്യം അവർ കാല് കൊണ്ട് ചവിട്ടി വീഴ്ത്തി. അതിനുശേഷം തലയ്ക്കും എന്റെ വയറിനും എന്റെ നെഞ്ഞത്തും എന്റെ പ്രൈവറ്റ് ഏരിയയിലും അതുപോലെ എല്ലാ ഭാഗത്തും ഇവര് കാലായിട്ട് ആഞ്ഞ് ചവിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത്രയ്ക്ക് ക്രൂരമായിട്ടുള്ള വൃത്തികെട്ട നമ്മളെ വിദ്യാഭ്യാസ സമൂഹം തന്നെ ലജ്ജിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സംഭവം. മരണം നമ്മൾ മുന്നിൽ കാണാന്നൊക്കെ പറയൂലേ, അതുപോലെയാണ് എന്നെ അത്രയ്ക്ക് ക്രൂരമായിട്ട് കുട്ടികളാണെന്ന് ഒരു വിധത്തിലും തോന്നിക്കാത്ത വിധത്തിലാണ് ഒരു ടീച്ചേഴ്സിന് ഒരു റെസ്പെക്റ്റും ഒരു ബഹുമാനവും കൊടുക്കാത്ത ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു ആക്രമണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളോടൊപ്പം കൊളത്തൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ HM പ്രിൻസിപ്പളും കൂടെയുണ്ട്. എന്താണ് അന്ന് സംഭവിച്ചിട്ടുള്ള ഒരു ഫൈനൽ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്? മങ്കട സബ് ജില്ലയിലെ ജൂനിയർ വിദ്യാർത്ഥികളുടെ ഫുട്ബോൾ മത്സരം അങ്ങാടിപ്പുറം പോളി ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കൊളത്തൂർ നാഷണൽ ഹയർ സെക്കൻഡറിയിലെ ജൂനിയർ വിദ്യാർത്ഥികൾ ഫൈനൽ മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ തൊട്ട് മുമ്പ് സെമി ഫൈനൽ തോൽപ്പിച്ച പരിയാപുരം
സ്കൂളിലെ വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ മത്സരം അവസാനിക്കാൻ 3-4 മിനിറ്റ് ബാക്കിയുള്ള സമയത്ത് സാധാരണ ഫുട്ബോൾ മേളകളിൽ കാണുന്നത് പോലെ തന്നെ ചെറിയ ഒരു സംശയത്തിൻ്റെ പേരിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുകയും എന്നാൽ നേരത്തെ പറഞ്ഞ ആ കരയിൽ കയറി നിന്നിരുന്ന കളിക്കളത്തിലല്ലാതെ കാണാൻ വന്നിരുന്ന കുറച്ച് പേര് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയും ഈ മത്സരിച്ചു കൊണ്ടിരുന്ന കുട്ടികളെ കൊളത്തൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനപ്പെട്ട ആ ഗോളിയെ മർദ്ദിക്കുകയും ചെയ്തു. അത് തടയാൻ വേണ്ടിയിട്ട് നമ്മളെ വിദ്യാലയത്തിലെ കായിക അധ്യാപകനായ ശ്രീരാഗ് ചെല്ലുകയും എന്നാൽ അധ്യാപകൻ എന്ന യാതൊരുവിധ പരിഗണനയും നൽകാതെ കുട്ടികളെ ഒഴിവാക്കിക്കൊണ്ട് അധ്യാപകനെ തന്നെ തീർക്കാം എന്നുള്ള രീതിയിൽ വളരെ ഭയാനകമായ രീതിയിൽ വളരെ ദാരുണമായ രീതിയിൽ അദ്ദേഹത്തെ ഒരു ആൾക്കൂട്ട മർദ്ദനം അവിടെ നടത്തുകയുണ്ടായത്. ഒരു 19ഓളം പേര് ഒന്നിച്ച് ഒരു അധ്യാപകനെ ഗ്രൗണ്ടിൽ തള്ളിയിട്ട് ചവിട്ടി അദ്ദേഹത്തിന് പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. ഈ സംഭവത്തിൽ കൊളത്തൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും PTA-യുടെയും SMC-യുടെയും മാനേജ്മെൻറ്റിൻ്റെയും സർവോപരി നാടിൻ്റെ മുഴുവൻ പ്രതിഷേധവും രേഖപ്പെടുത്തുകയാണ്. ഇതിൽ ഈ സംഭവത്തിൽ ഞങ്ങൾ വിദ്യാഭ്യാസ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ പോലീസ് അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതികളിൽ ഉത്തമമായ യോജിച്ച രീതിയിലുള്ള നടപടികൾ എടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അത് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തുടർന്ന് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് പോലീസ് അധികാരികളും വിദ്യാഭ്യാസ അധികാരികളും ഉറപ്പുവരുത്തണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. നമ്മുടെ മങ്കട സബ് ജില്ലയിലും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ധാരാളം മേളകൾ നടക്കാൻ പോവുകയാണ്. ഈ മേളകളിലൊക്കെ തന്നെ ധാരാളം വിദ്യാർത്ഥികളും അധ്യാപകരും ആ കുട്ടികളുടെ ഭാവി അവരുടെ കലാരംഗത്തായാലും കായിക രംഗത്തായാലും ശാസ്ത്ര രംഗത്തായാലും അവരുടെ ഭാവി നിർണ്ണയിക്കുന്ന മേളകളാണ് നടക്കാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള തെമ്മാടിക്കൂട്ടങ്ങളെ വിട്ടുകൊണ്ട് ആ കുട്ടികളുടെ ഭാവിയെ തുലയ്ക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ ഉണ്ടാവാൻ പാടുള്ളതല്ല. ഇത് ഇനി ഭാവിയിൽ ഇത് ആവർത്തിച്ചുകൂടാ. ഇത് ഇവിടെ അവസാനിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മളോടൊപ്പം ഫൈനൽ മത്സരത്തിൽ കൊളത്തൂർ സ്കൂളിന് വേണ്ടി ബൂട്ടണിഞ്ഞ സഹലുണ്ട് കൂടെ. നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഭീഷണി നിങ്ങൾ കായിക താരങ്ങൾക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണ് യാഥാർത്ഥ്യം? യാഥാർത്ഥ്യം ഓല് വെറുതെ ചോറിനെ പേര് ടീമാണോ ഓൾറെഡി. ഞാൻ പിന്നെ ഗോൾഡ് ഇട്ട് സെലിബ്രേഷൻ ഇട്ടിട്ട് അതിനാണ് ഓല് ഇന്നെ കുറേ പിന്നെ തപ്പി അടഞ്ഞിരുന്നു. പിന്നെ ഞാൻ ഓലോട് പറഞ്ഞ് സോൾവ് ആക്കി. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായത് കളിൻ്റെ ഇടയിലാണ്. അങ്ങനെ പിന്നെ ആ സാറിനെ അടിയായി. ഇവനെ പിടിച്ച് വലിച്ചാൽ ഞങ്ങൾക്കൊക്കെ അടി കിട്ടിയിരുന്നു. അപ്പം ഞങ്ങൾക്ക് തിരിച്ചൊന്നും കാട്ടാൻ വയ്ക്കില്ല. അതിൽ അത്രയും ആൾക്കാരുണ്ടായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ വയ്ക്കില്ല അല്ലേ, ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. എല്ലാ വർഷങ്ങളിലും ഇതൊരു തുടർക്കഥ പോലെയാണോ, അല്ലെങ്കിൽ ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്ന് ഇതിനു മുൻപും ഇത്തരം മോശകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞൊല്ലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കഴിഞ്ഞൊല്ലം ഇതേമാതിരി ജയിച്ചിട്ട് പോലെ ഇതേമാതിരി കച്ചറ ഉണ്ടാക്കുന്നു. അങ്ങനത്തെ ടീമാണ് ഒരു. നിങ്ങളുടെ ജയം അംഗീകരിക്കാൻ സാധിക്കാത്തതാണോ ഈ ഒരു മർദ്ദനത്തിനെല്ലാം കാരണം? ഓൽക്ക് ജയിക്കണം, അതാണ് ഓൽക്ക് വേണ്ടത്. ഓല് ജയിച്ചിട്ട് നമ്മളെ മുമ്പിൽ വലിയ ആൾക്കാരാവണം ഓലെടുത്ത്. അതിന് വേണ്ടിയിട്ടാണ് ഓല് കച്ചറ ഉണ്ടാക്കണത്. വേറെ ഒന്നുമില്ല, കച്ചറ തന്നെ. പ്ലേയേഴ്സിന് കുഴപ്പമുണ്ടായി. ഓലെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഓലെ പുറത്ത് കളിയാണെന്നവർക്കൊന്നും പ്രശ്നം ഉണ്ടായിരുന്നു. പ്ലേയേഴ്സിനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പ്ലേയേഴ്സിന് ഞങ്ങളെ തല്ലി, ഓരോ പ്ലേയേഴ്സിനെ തല്ലിയിട്ടില്ല. ഞങ്ങൾ പ്ലേയേഴ്സിനെ തല്ലിയത് 2-3 ആൾക്കാർ തല്ലിയിട്ടുള്ളൂ. അല്ലാതെ കൊണ്ടിട്ടില്ലേ. കീപ്പറിനാണ് നല്ല പ്രശ്നം ആയിക്കണത്. പിന്നെ സാറിനും അല്ലാതെ വേറെ ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. നമ്മളോടൊപ്പം സ്കൂൾ ലീഡർ അർഷദ് കൂടെ ചേരുന്നുണ്ട്. ഇത്തരം ഒരു സംഘർഷം ഉണ്ടാകുന്നതിന് കാരണമായിക്കൊണ്ട് നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രകോപനപരമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അത്തരത്തിലുള്ള ഒരു പ്രകോപനങ്ങൾ പോലും ഏർപ്പെട്ടില്ല. കാരണം നമുക്കറിയാം അവിടുന്ന് എതിരെ എങ്ങനെയാലും ഒരു കൂട്ടത്തോടൊരു സംഘം 10-25 ആൾക്കാരാണ് ഒന്നിച്ച് ഒരാളെ മർദ്ദിക്കുമ്പോൾ തീർത്തും അങ്ങോട്ടൊന്നും ചെയ്യാനും പറ്റില്ല. കാരണം നമ്മൾ സമാധാനത്തിൻ്റെ രീതിക്കാണ് ആ ഒരു ടൂർണമെൻറ്റ്. തുടർന്ന് ഇതേപോലെ കഴിഞ്ഞ കൊല്ലം ഇതേപോലെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതേ ടീമിനോട്ട് തന്നെ. പക്ഷെ അന്നും ഇതേ ടീം, അതായത് അതേ എല്ലാ പ്ലേയേഴ്സും തീർത്തും ഒന്നും ചെയ്തിട്ടില്ല. ഒരു സമാധാനത്തിൻ്റെ വഴിക്ക് അങ്ങനെ പോയിട്ടുള്ളൂ. ഇതും ഇക്കൊല്ലം അങ്ങനെ തന്നെ തീർത്തും സമാധാനത്തിൻ്റെ പാതയിലാണ് പോലും പോയിട്ടുള്ളത്. പക്ഷേ ഇത് അവരുടെ വിദ്യാർത്ഥികൾ തോൽവി അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവർക്കുള്ള മാനസികമായ സംഘർഷം, അതായത് കഴിഞ്ഞ വർഷം തോറ്റതിൻ്റെയും ഈ വർഷം തോറ്റതിൻ്റെയും എല്ലാം സംഘർഷം, അത് വിദ്യാർത്ഥികൾ മാത്രമല്ല പൂർവ്വ വിദ്യാർത്ഥികളടക്കം ഒന്നിച്ചുള്ള 25 പേരടക്കമുള്ള സംഘമാണ് ആക്രമിച്ചത്. തീർത്തും ദയനീയമായ ഒരു സംഭവമാണിത്. യോഗത്തിൽ SMC ചെയർമാൻ K മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ CV മുരളി, പ്രഥമാധ്യാപകരായ C ഉണ്ണികൃഷ്ണൻ, KK സുധീർ, മാനേജ്മെന്റ് പ്രതിനിധി TM വേണുഗോപാൽ, അസീസ്, M വിജയലക്ഷ്മി, TK വിജയകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ.
ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ. BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.